Hi everyone, I am Anjana and welcome to Escore Technologies. Today I am going to take you through a short orientation on data science and generative AI. So, this is not a technical class, so don't worry if you are completely new to these topics. The purpose of today's session is to give you an understanding of what data science and AI are, why they are important, the skills required, and the career opportunities available in this field. So, before we jump in, let me quickly give a square journey. Our journey began in 2012 as a corporate training provider. Over the years, we expanded internationally, worked with global clients, and established a strong presence in the education and training industry. We continuously evolved by growing our team, introducing hybrid learning, collaborating with colleges, and creating international opportunities for students. Today, with our expanded infrastructure and development company, we are focused on one goal: helping students build successful careers through quality training, practical exposure, and placement support. And this journey continues with you as part of the Esquire family. So these are the courses we provide. Power BI, Tableau are the visualization tools, and programming tools include Python, Excel, SQL. And the courses are data analytics, business analytics, data science, and Gen AI. So these are the unique offering. That is, we do a 10 plus project during our training process, and we give a state certification, then international internship opportunities as well. Then we have to know what are the essential skills for a data scientist. ഒരു ഡാറ്റാ സയൻറ്റിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഡാറ്റ സയൻസ് ഡെവലപ്പർ അല്ലെങ്കിൽ AI ഡെവലപ്പർ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എസെൻഷ്യൽ സ്കിൽസ് എന്തൊക്കെയാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ അവർക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണം. ഇറ്റ് ക്യാൻ ബി പൈത്തൺ ലാംഗ്വേജ് ഓർ ആർ ലാംഗ്വേജ്. സോ നമ്മൾ പൈത്തൺ ലാംഗ്വേജ് ആണ് എസ്ക്വയർ ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വി ഷുഡ് നോട്ട് ബി മോർ ഇൻ പൈത്തൺ. നമ്മൾ പൈത്തണിൽ അത്ര എക്സ്പേർട്ട് ആവണം എന്നൊന്നുമില്ല. ബേസിക് ഡാറ്റാ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പൈത്തൺ പ്രോഗ്രാമിംഗ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതിയാവും. പിന്നെ നമുക്ക് അറിയേണ്ട ഒരു സ്കില്ലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. സോ ദേ ആർ ദ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് യൂസ് ടു അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ്, ട്രെൻഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ഡാറ്റ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്തിനാണ് ഇത് പഠിക്കുന്നത്? To make accurate decision based on data, or to measure the reliability and confidence of the result, and to understand and build prediction models. For example, പറയുകയാണെങ്കിൽ, if you need to calculate the probability of a student scoring more than 80% in the next examination based on past performance data. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്ത് വേണം? സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ആവശ്യമാണ്. അപ്പോൾ ഒരു ഡാറ്റാ സയൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി മാത്രം നമ്മൾ അറിഞ്ഞാൽ മതിയാവും. പിന്നെ അറിയേണ്ട ഒരു സ്കില്ലാണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്താണ് ഒരു മെഷീൻ ലേണിംഗ്? ഈ പറഞ്ഞ മെഷീൻ ലേണിംഗ് ആയാലും ഡീപ്പ് ലേണിംഗ് ആയാലും ജെൻ എ ആയാലും എല്ലാം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ഫീൽഡാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആണ് യൂസ് ചെയ്യുന്നത് മാത്രം. നമ്മളെല്ലാവരും നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽസ് കണ്ടാൽ പിന്നീട് ആ ഇൻസ്റ്റഗ്രാം ഫീഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നുണ്ടാവുക? നമ്മൾ പ്രീവിയസ്ലി വാച്ച് ചെയ്ത റീൽസിനെ ബേസ്ഡ് ആയിട്ടായിരിക്കും പിന്നെ വരുന്ന ഫീഡ്സ് എല്ലാം അല്ലേ. സോ ഇതെല്ലാം എന്താ? മെഷീൻ ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. നമ്മളൊരു മെഷീനെ ലേൺ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ ഇപ്പം നമുക്കിങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു റെസ്റ്റോറൻറ്റിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു ട്രെയിനിങ്, ഓക്കെ, അതായത് റെസ്റ്റോറൻറ്റിൽ കുക്കിംഗ് ഫീൽഡിലോട്ട് ജോയിൻ ചെയ്ത ഒരു ട്രെയിനിനെ നമുക്കൊരു മെഷീൻ ലേണിംഗ് ആയിട്ട് പറയാം. അവരെ നമ്മൾ ലേൺ ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ, ഒരു ഷെഫ് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ ആ ട്രെയിൻ ചെയ്തോളും. പക്ഷേ എങ്ങാനും ഒരു ഡിഷിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് കണ്ടു, അല്ലെങ്കിൽ പ്രോബ്ലം വന്നു, അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള കഴിവ് ആർക്കുണ്ടാവില്ല? ആ പറയുന്ന ട്രെയിനിക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്ന ടെക്നോളജിയാണ് ഡീപ്പ് ലേണിംഗ്. അവിടെയാണ് ഡീപ്പ് ലേണിംഗ് വരുന്നത്. അവരെന്താ സംഭവിക്കുക? നമ്മളവിടെ ഡീപ്പായിട്ട് ലേൺ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. സോ ദർ കംസ് ഷെഫ്. നമുക്ക് ഷെഫ് വന്നു. ഷെഫിന് എന്താ അറിയാം? ഒരു പ്രോബ്ലം വന്നാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ ഷെഫിന്. സോ അതാണ് ഒരു ഡീപ്പ് ലേണിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. സോ ഈ ഡീപ്പ് ലേണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ന്യൂറൽ നെറ്റ്വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ലോക്ക്.
അല്ലെങ്കിൽ ഫേസ് റെക്കഗ്നിഷൻ, ഇതെല്ലാം ഒരു ഡീപ്പ് ലേണിംഗിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയാം. സോ ഇറ്റ് ഇസ് എ മോഡേൺ എ സിസ്റ്റം വേർ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഹെൽപ്പ് കമ്പ്യൂട്ടർ ലേൺ പാറ്റേൺസ് ഫ്രം ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. അവിടെ ന്യൂറൽ നെറ്റ്വർക്കിന്റെ കൺസെപ്റ്റ് ഉണ്ട്. ഈ മെഷീൻ ലേണിംഗ് ആയാലും ഡീപ്പ് ലേണിംഗ് ആയാലും ഹ്യൂമൻ എങ്ങനെയാണോ ലേൺ ചെയ്യുന്നത് അതേപോലെയാണ് അതുണ്ടാവുക. സോ ഫോർ ടെക്സ്റ്റ് ജനറേഷൻ, ഇമേജ് ജനറേഷൻ, അതിലെല്ലാം നമുക്ക് ഈ പറഞ്ഞ എല്ലാ ടേംസും ആവശ്യമാണ്. പിന്നെയാണ് ഡാറ്റ വിഷ്വലൈസേഷൻസ്. അപ്പം നമുക്ക് തോന്നി എന്തിനാണ് ഒരു വിഷ്വൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്നതെന്ന്. നമ്മളൊരു ഹ്യൂമൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, വേറെ സൈഡിൽ അതിനെ ബേസ് ചെയ്തൊരു പിക്ചർ ഉണ്ട്. നമ്മൾ നേരെ നമ്മുടെ സൈറ്റ് പോകുന്നത് ആ പിക്ചറിലോട്ടായിരിക്കും. അതാണ് വിഷ്വലൈസേഷൻ്റെ പവർ എന്ന് പറയുന്നത്. കാരണം ഒരു വിഷ്വൽ ഉണ്ടെങ്കിൽ ആ വിഷ്വലിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനാണ് കൂടുതലും ഹ്യൂമൻസിന് ഉണ്ടാവുക, കഴിവുണ്ടാവുക. ഡോക്യുമെന്റ് വായിച്ച് മനസ്സിലാക്കിയതിനെക്കാട്ടിലും പെട്ടെന്ന് ഒരു വിഷ്വൽ കാണുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ചാർട്ട് കാണുമ്പോഴാണ് അവർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുണ്ടാവുക. പിന്നെ ഈ പറഞ്ഞ എല്ലാ സ്കിൽസ് ഉണ്ടായിട്ട് കാര്യമില്ല. നല്ല പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഡൊമൈനെ കുറിച്ചുള്ള നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ഒരു ഡെവലപ്പറായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അറിയേണ്ടത് എന്തിനാണ് ജെൻ എ ഐ, അല്ലെങ്കിൽ എന്താണ് ഒരു ജെൻ എ ഐ എഞ്ചിനീയറിന് വേണ്ട ഒരു സ്കിൽസ്. സെയിം നേരത്തെ പറഞ്ഞ ഡീപ്പ് ലേണിംഗ് ന്യൂറൽ നെറ്റ്വർക്ക് അവർക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ അറിയേണ്ടതാണ് NLP. എന്താണ് NLP അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. സോ വി ക്യാൻ സേ ഇറ്റ് ഇസ് എ ഫീൽഡ് ഓഫ് AI വിച്ച് എനേബിൾസ് കമ്പ്യൂട്ടർ ടു അണ്ടർസ്റ്റാൻഡ്, പ്രോസസ് ആൻഡ് ജനറേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കാനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് NLP യൂസ് ചെയ്യുന്നത്. ഇപ്പം വിർച്വൽ അസിസ്റ്റൻസ്, ചാറ്റ് ബോട്ട്, ഇതെല്ലാം ആപ്ലിക്കേഷൻസ് ഓഫ് NLP ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെയാണ് ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ LLM ആർക്കിടെക്ചർ. ചാറ്റ് GPT ഒക്കെ ഒരു LLM ആണ്. അപ്പം അതിൽ വരുന്ന കുറച്ച് അഡ്വാൻസ്ഡ് AI മോഡൽസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കേണ്ട ആവശ്യമുണ്ട്. For example, if we need to create an AI assistance which summarize document and answer questions, we need to know the architecture in depth. പിന്നെ അറിയേണ്ടതാണ് ട്രാൻസ്ഫർ ലേണിംഗ്. ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് എ റീയൂസിങ് ദ പ്രീ ട്രെയിൻഡ് മോഡൽ. ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ച കുറേ മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഡെവലപ്പ് ചെയ്ത മോഡലിനെ കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിന് വേണ്ടി യൂസ് ചെയ്താൽ അതൊരു ട്രാൻസ്ഫർ ലേണിംഗ് ആയിട്ട് നമുക്ക് പറയാം. അത് മെയിൻലി എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നോട്ട് ടു സേവ് ടൈം, save the data and computing resources, which allow developers to build powerful AI applications without training from scratch. സ്ക്രാച്ചിൽ നിന്ന് ട്രെയിൻ ചെയ്യാതെ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത സാധനത്തിനെ വെച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത്രയും ടൈം കൺസംഷൻസ് എല്ലാം വരുള്ളൂ. പിന്നെ വരുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ദിസ് ഇസ് സ്കിൽ ഓഫ് ഡിസൈനിങ് എഫക്റ്റീവ് പ്രോംപ്റ്റ് ടു ഗെറ്റ് ബെറ്റർ റിസൾട്ട് ഫ്രം AI. നമ്മുടെ AI മോഡൽസിൽ നിന്നൊക്കെ നമ്മുടെ AI നിന്നൊക്കെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് പ്രോംപ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കില്ലാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് യു ഹാവ് ടു ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് യു റൈറ്റിംഗ് ഡീറ്റെയിൽ പ്രോംപ്റ്റ് ടു ജനറേറ്റ് പ്രൊഫഷണൽ ഇമെയിൽസ്, കോഡ് ഓർ റിപ്പോർട്ട്, അപ്പോൾ അതെല്ലാം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു സ്കില്ലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സ്കില്ലിന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ഒരു ഡാറ്റാ സയൻസിൻ്റെ പവർ ഓഫ് എ ഡാറ്റാ സയൻസ്. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മെയിൻലി കോവിഡ് വന്നതിന് ശേഷമാണ് ഇത്രമാത്രം ഡാറ്റാ സയൻസും ഡാറ്റ അനലിറ്റിക്സുകാർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാൻ തോന്നിയത്. കാരണം എന്താ, ഡാറ്റ അവിടെ ഉണ്ട്. അപ്പോൾ ഡാറ്റ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, അവിടെ ഒരു ഡാറ്റാ സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡാറ്റ അനലിറ്റിക്സോ ആവശ്യമുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കോവിഡ് അനാലിസിസിൻ്റെ ഡാറ്റ കൊടുത്താൽ ഡാറ്റ അനലിസ്റ്റുകാർ എന്താ ചെയ്യുക, ആ കോവിഡ് എങ്ങനെ വന്നു, ആർക്കൊക്കെ വന്നു, എപ്പോൾ എങ്ങനെയൊക്കെയാണ് വന്നത്, അതിൻ്റെ അനലൈസിങ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഡാറ്റ സയൻറ്റിസ്റ്റുകാർ അങ്ങനെയല്ല ചെയ്യുക, പ്രഡിക്ഷൻസ്, ഇനി ആർക്കൊക്കെ കോവിഡ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് കോവിഡ് വരാൻ പറ്റുമോ, ഇതെല്ലാമാണ് ഡാറ്റ സയൻസുകാർ ചെയ്യുക. അപ്പോൾ അവർക്ക് എന്തൊക്കെ അറിയണം, അവർക്ക് ഫ്യൂച്ചർ ട്രെൻഡ്സ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും സ്വിഗ്ഗി യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ, സ്വിഗ്ഗി സൊമാറ്റോ. അപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോയിൽ ഡെലിവറി ബോയ്സ് എങ്ങനെയാണ് ഫുഡ് ഡെലിവറി ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ലൊക്കേഷൻ്റെ അടുത്ത് നിയർ ബൈ ആയിട്ട് വരുന്ന ഡെലിവറി ബോയ്സിനായിരിക്കും അത് അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഒപ്റ്റിമൈസിങ് ഓപ്പറേഷണൽ റിസോഴ്സ് അലോക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങാനും നമ്മുടെ ബാങ്കിങ്ങിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് അറിയാതെ ലോസ്റ്റായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് എമൗണ്ട് നമ്മുടെ കയ്യിൽ ലോസ്റ്റായി പോയാൽ ഓട്ടോമാറ്റിക്കലി അത് കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇപ്പം ഉണ്ട്. അതാണ് ഓട്ടോമാറ്റിക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താണ്, ഡാറ്റാ സയൻസിൻ്റെ പവറാണ്. പിന്നെ ഒരു ജെൻ
ജനറേറ്റീവ് എ ഐ. അപ്പോൾ എന്താണ് ഈ ട്രഡീഷണൽ എ ഐയും ജനറേറ്റീവ് എ ഐയും അല്ലെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് ജനറേറ്റീവ് എ ഐയും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു ട്രെയിനിങ് ഷെഫ് ആ രീതിയിലാണ് ഉണ്ടാവുന്നത്. ജനറേറ്റീവ് എ ഐ എന്ന് പറഞ്ഞാൽ ഷെഫ് പിള്ളയെ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. കാരണം എന്താ, ആൾ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ഡിഷസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ സംതിങ് ദേ ആർ ജനറേറ്റിംഗ്. അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ജനറേറ്റീവ് എ ഐ. ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ഹ്യൂമൻ ലാംഗ്വേജിൽ. ഹ്യൂമൻ എന്തൊക്കെ അറിയാം, ടെക്സ്റ്റ് അറിയാം, ഇമേജ് അറിയാം, വോയിസ് അറിയാം, ഓഡിയോ അറിയാം. ഇതെല്ലാം എന്താ ഹ്യൂമൻ ലാംഗ്വേജ്, ഹ്യൂമൻ ലൈക്ക് കണ്ടന്റ് ആണ്. ജനറേറ്റ് ചെയ്തിരുന്ന ആൾക്കാരാണ് ജനറേറ്റീവ് എ ഐ. അപ്പോൾ അവർക്ക് എത്രമാത്രം ഈ പറഞ്ഞ ഇപ്പോൾ എ ഐ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി വസ്റ്റിക്കലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ജനറേറ്റീവ് എ ഐയിലും പവർ ഉണ്ട്. പിന്നെ നമ്മൾ തരുന്ന ഡാറ്റാ സയൻസിൻ്റെ എ ഐ ടൂൾ കിറ്റിൻ്റെ ഒരു ലിസ്റ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡാറ്റാ സയൻസിന് വേണ്ട പാണ്ടാസ്, നംപായി, ജുപ്പിറ്റർ, എക്സൽ, അപ്പാച്ചി സ്പാർക്ക് അങ്ങനെയെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കോർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, വിഷ്വലൈസേഷൻസ്, ജെൻ എ ഐ ടൂൾസ് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചർ സ്കോപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രമാത്രം നമ്മുടെ ഡാറ്റ ഉണ്ടോ അത്രത്തോളം എന്താ ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉണ്ടാവും. ഓക്കെ. പിന്നെ സാലറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. എൻട്രി ലെവലിൽ, മിഡ് ലെവലിൽ, സീനിയർ ലെവലിൽ ഇങ്ങനെയാണ് സാലറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമെന്ന് തോന്നും. നമ്മളിപ്പോൾ ഒരു ഡാറ്റാ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു എ ഐ ഡെവലപ്പർ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മിണ്ടാതിരിക്കരുത്. ബിക്കോസ് ഈച്ച് ഡേ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഓരോ പുതിയ പുതിയ ടെക്നോളജീസ് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സയൻറ്റിസ്റ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, എ ഐ എന്ന് പറയുന്ന ആ ടെക്നോളജിയിൽ നമ്മൾ എപ്പോഴും ആ സ്കില്ല് എപ്പോഴും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത്രയും സ്കില്ലും പോകുമ്പോൾ നമ്മളെ കരിയറും ഗ്രോത്ത് ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സാലറിയിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ നമുക്കൊരു സക്സസ്ഫുൾ കരിയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഡിഗ്രി വേണം. പിന്നെ പ്രൊജക്റ്റിൽ എക്സ്പീരിയൻസ് വേണം. ടെക്നിക്കൽ സ്കിൽസ് ഇംപ്ലിമെൻ്റ് ചെയ്യണം. റിയൽ വേൾഡ് പ്രോബ്ലംസിലൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കണം. പിന്നെ സോഷ്യൽ നെറ്റ്വർക്ക്, അതായത് പ്രൊഫഷണൽ നെറ്റ്വർക്ക്സ് ഉണ്ട്. ലിങ്ക്ഡിൻ, നൗക്കറിയൊക്കെ പ്രൊഫഷണൽ നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ ലിങ്ക്ഡിനിലൊക്കെ ഇഷ്ടംപോലെ ഡാറ്റാ സയൻസിൻ്റെ എ ഐ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ നമുക്ക് ഇപ്പോൾ വരുന്ന ഓരോ ഡെയിലി ഡെയിലി എ ഐ കുറിച്ചുള്ള ന്യൂസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ഫ്രെയിം വർക്ക്സ് ആണ്, ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫ്രെയിം വർക്ക്സ്. പിന്നെ ഇത് നമ്മൾ ചെയ്ത 2 പ്രൊജക്ട്സ്. അത് ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹാൻഡിലിപ്പോൾ നമ്പേഴ്സ് ഇപ്പോൾ 2 എന്ന് കൊടുത്താൽ ആ 2 എന്ന് പ്രിൻറ്റ് ചെയ്ത് തരും. 3 ആണെങ്കിൽ 3 എന്ന് പറഞ്ഞ് നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് തരും. ഹാൻഡ് ജസ്റ്റർ വെച്ചിട്ടുള്ളൊരു പ്രൊജക്റ്റ്. പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് റിവ്യൂ പ്രൊജക്റ്റ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ NLP. അതായത് ഹോട്ടൽ റിവ്യൂവിൽ നമുക്കറിയാം ഗുഡ് റിവ്യൂ ഉണ്ടാവും, എക്സലൻറ്റ്, ഗുഡ്, ബാഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് കസ്റ്റമർ റിവ്യൂ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ റിവ്യൂസ് എക്സലൻ്റ് ആണോ, ബാഡ് ആണോ, ഗുഡ് ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ജെൻ എയിലെ ഒരു പ്രൊജക്റ്റാണ്, ട്രാൻസ്ലേഷൻ ആപ്പ്. വി ക്യാൻ ട്രാൻസ്ലേറ്റ് മലയാളം ടു ഇംഗ്ലീഷ് ഈവൻ ഫ്രം വോയിസ് ഓർ ടെക്സ്റ്റ്. വോയിസ് മലയാളത്തിൽ കൊടുത്താലും ടെക്സ്റ്റായിട്ട് കൊടുത്താലും അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. So this is a brief orientation class. Hope you all enjoyed and thank you.